ഡൽഹിയിൽ CJP സമരവേദിയിൽ വാക്കുതർക്കം. സുപ്രീം കോടതി അഭിഭാഷകരും ഡൽഹി പോലീസ് ചുമതലപ്പെടുത്തിയ ഫോട്ടോഗ്രാഫർമാരും തമ്മിലാണ് വാക്കേറ്റമുണ്ടായത്. അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കരുത് എന്നാണ് അഭിഭാഷകരുടെ ആവശ്യം. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ സ്വകാര്യതയിലേക്ക് ഡൽഹി പോലീസ് കടക്കുന്നു എന്ന് അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ആരോപിച്ചു. CJP സമരം 25-ാം ദിവസം പിന്നിട്ടു. ഈ മാസം 20-ന് പാർലമെന്റിലേക്ക് മാർച്ച് നടത്താനാണ് തീരുമാനം. आपको जो ऑफिसर ने बोला बताओ एज पर लीगल प्रोविजंस कहां से आपके पावर आती है? नहीं है तो नहीं है। कोर्ट में ये आईफिल टावर से तो पूछ जाइएगा आपसे काम होता है काम किया है. പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സമരപന്തലിൽ ഉണ്ടും ഉറങ്ങിയും ആണ് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്വകാര്യതയിലേക്ക് ഉൾപ്പെടെ പെൺകുട്ടികൾ ഞങ്ങളോട് പറഞ്ഞത് അവർ ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ അവർ വസ്ത്രം മാറുന്ന സമയത്ത് പോലും അത് റെക്കോർഡ് ചെയ്യുന്ന തരത്തിലേക്ക് ഡൽഹി പോലീസ് അധപതിച്ചിരിക്കുകയാണ്. അത് തന്നെയാണ് ഞങ്ങൾ ഇന്ന് അവരോട് സംസാരിക്കുന്ന സമയത്ത് ഈ സമരത്തിന്റെ കാര്യങ്ങൾ ഞങ്ങൾ പിന്തുണയുടെ കാര്യങ്ങൾ അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അനുവാദമില്ലാതെ പോലും ഡൽഹി പോലീസ് ഈ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനോട് ചോദിച്ചത്, ഞങ്ങൾ ഒരു ഉദ്യോഗസ്ഥനും എതിരല്ല, ഞങ്ങൾ അവരോട് ചോദിച്ചത് നിങ്ങൾക്ക് എന്ത് അതോറിറ്റിയാണുള്ളത്, ഏത് CRPCയിലെ ഏത് ചട്ടത്തിന്റെ പ്രകാരമാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? ആ ഉത്തരവ് കാണിച്ചു തരാൻ വേണ്ടി പറയുന്ന സമയത്ത് അത്തരം ഉത്തരവ് കാണിച്ചു തരാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നില്ല. തീർത്തും നിയമവിരുദ്ധമായ രീതിയിലാണ് ഈ പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി ഡൽഹി പോലീസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ സംഘാടകരുമായി സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ സോനം വാങ്ചുക്കിനെ പേഴ്സണലി കണ്ടിട്ട് ഞങ്ങൾ അറിയിച്ചിട്ടുള്ളത് നിയമപരമായിട്ടുള്ള എല്ലാ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കും. അവരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലുള്ള ആവശ്യം ഉയർന്നു വരികയാണെങ്കിൽ സ്വാഭാവികമായും ഇപ്പോൾ തെരുവിൽ നടക്കുന്ന ഒരു പ്രക്ഷോഭമാണ്. അതിനെ കോടതിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഇതിന്റെ സംഘാടകർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അത് പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരിക്കും. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങളുമായി ചെയ്യുന്നു. റഷീദ്, എന്താണ് അവിടെ നടക്കുന്നത്? അജംസ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോക്രോച്ച് ജനതാ പാർട്ടിയും സോനം വാങ്ചുക്കും നിരന്തരമായി സമരം ചെയ്യുകയാണ്. ഈ സമരത്തിന് പിന്തുണയുമായി എത്തിയിട്ടുള്ള ബീഹാറിലെ ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് അഞ്ജന പ്രകാശ്, അതോടൊപ്പം തന്നെ മറ്റു മുതിർന്ന സുപ്രീം കോടതിയിലെ അഭിഭാഷകരുമാണ് ഈ പിന്തുണയുമായി എത്തിയത്. ഈ പിന്തുണയുമായി എത്തിയ ഘട്ടത്തിൽ ഈ സമരവേദിയിൽ നിരവധിയായിട്ടുള്ള ടെന്റുകളിൽ വിവിധ സംഘടനകളിലുള്ള വിദ്യാർത്ഥികൾ കൂടിയും അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലുള്ള ആളുകളും പ്രതിഷേധത്തിന്റെ ഭാഗമായി അണിനിരക്കുന്നുണ്ട്. എന്തായാലും ഇവരുമായി കൂടിക്കാഴ്ച നടത്തുകയും സംവദിക്കുന്നതിന് ഇടയിലാണ് ഇത്തരത്തിൽ ഈ ഡൽഹി പോലീസ് പ്രത്യേകമായിട്ട് സജ്ജീകരിച്ചിട്ടുള്ള വീഡിയോഗ്രാഫർമാരും ഫോട്ടോഗ്രാഫർമാരും ഈ അഭിഭാഷകരുടെയും അതോടൊപ്പം ജസ്റ്റിസിന്റെയും ദൃശ്യങ്ങൾ പകർത്തിയത്. ഇതിൽ അനുമതിയില്ലാതെ തങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താൻ കഴിയില്ല എന്നുള്ളത് അഭിഭാഷകർ ഉന്നയിക്കുകയും പക്ഷേ തങ്ങൾക്ക് ഇത് ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഈ ഫോട്ടോഗ്രാഫർമാരും പറയുകയായിരുന്നു. പിന്നീട് അത് വലിയ വാക്ക് തർക്കത്തിലേക്ക് കടക്കുകയും ചെയ്തു. എന്തായാലും ഈ വാക്ക് തർക്കത്തിനിടയിൽ അഭിഭാഷകർ തങ്ങളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാനുള്ള അനുമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ ഫോട്ടോഗ്രാഫർമാരോട് ചോദിച്ചു. പക്ഷേ അത് നൽകാൻ അവരുടെ കയ്യിലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല, രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്തായാലും നിയമവിരുദ്ധമായാണ് ഇത്തരത്തിൽ ഡൽഹി പോലീസ് ഫോട്ടോഗ്രാഫർമാരെ ഇവിടെ ഈ ജന്തർ മന്ദിറിൽ നിയോഗിച്ചിട്ടുള്ളത്. പെൺകുട്ടികളടക്കം ദിവസങ്ങളായി ഇവിടെ പ്രതിഷേധത്തിൽ ഇരിക്കുകയാണ്. ഈ പ്രതിഷേധത്തിലേക്ക് പെൺകുട്ടികളുടെ സ്വകാര്യതയിലേക്ക് അടക്കം കടക്കുന്ന തരത്തിലേക്ക് ഈ ഡൽഹി പോലീസ് നിശ്ചയിച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരും വീഡിയോഗ്രാഫർമാരും കടക്കുകയാണ്. അത് അനുവദിക്കാനാകില്ല. ഇവർക്ക് എല്ലാവിധത്തിലുള്ള നിയമ സഹായങ്ങളും നൽകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികൾ പരാതി നൽകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സുപ്രീം കോടതിയിലടക്കം വാദിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ നീക്കത്തിന് തയ്യാറാണ് എന്നുള്ള കാര്യം കൂടി ഇപ്പോൾ അഭിഭാഷകർ വ്യക്തമാക്കുകയും ചെയ്യുകയാണ്. എന്തായാലും സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് ഡൽഹി പോലീസ് നിരവധിയായിട്ടുള്ള ഫോട്ടോഗ്രാഫർമാരെയും വീഡിയോഗ്രാഫർമാരെയും CJPയുടെ സമരപന്തലിൽ നിയോഗിച്ചിട്ടുള്ളത്. ഇവിടെ എത്തുന്ന ഓരോ ആളുകളുടെയും അവിടെ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളും ഇവർ ചിത്രീകരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും തങ്ങളുടെ അനുമതിയില്ലാതെയാണ് ഇത്തരത്തിൽ തങ്ങളുടെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചതെന്നുമായി ബന്ധപ്പെട്ട ഒരു വാക്കുതർക്കമാണ് ഈ സമരവേദിയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്.